റബ്ബറിൻ്റെ അന്താരാഷ്ട്ര വിലയും ആഭ്യന്തര വിലയും തമ്മിലുള്ള അന്തരം മുൻപെങ്ങും ഉണ്ടാകാത്ത തരത്തിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റബ്ബർ കയറ്റുമതി ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും മുൻകൈയെടുക്കണമെന്നാണ് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ ആവശ്യം. അതുവഴി രാജ്യത്തെ കർഷകർക്ക് മികച്ച വില ലഭിക്കുമെന്നും ഇവർ പറയുന്നു. പ്രധാനമായിട്ടും ഇവിടെ കേരളത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ റബ്ബറിൻ്റെ ലഭ്യതക്കുറവുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ ഷീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വലിയ തോതിൽ റബ്ബർ കൃഷി നടത്തുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു പ്രതിസന്ധിയുടെ പ്രധാന കാരണം വൻകിട ടയർ കമ്പനികൾ ഇവിടെ വിപണിയിൽ നിന്നും ഷീറ്റ് വാങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഷീറ്റ് വാങ്ങിയാൽ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് വലിയ തോതിൽ താമസിപ്പിക്കുന്നു. ഫലത്തിൽ ഒരു നല്ല വില കിട്ടേണ്ട സാഹചര്യം ഇവർ മനഃപൂർവ്വം ഇല്ലാതാക്കിയാണ്. ഇന്ന് 1 കിലോ റബ്ബറിന് കേരള വിപണി വിലയും അന്താരാഷ്ട്ര വിലയും തമ്മിൽ 18 രൂപയുടെ വ്യത്യാസമാണുള്ളത്. അഗർത്തല വിലയുമായി 30 രൂപയുടെയും അരുണാചൽ പ്രദേശുമായി 43 രൂപയുടെയും അന്തരമുണ്ട്. ഇന്ത്യയിലെ ടയർ വ്യവസായികൾ കർഷകർക്ക് അർഹതപ്പെട്ട വില നൽകാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ റബ്ബർ വില കുതിച്ചുയരുവാൻ ഇടയാക്കും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.